അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിൽ അളീമിൽ ഖുദ്റതി വശാൻ ശദീദിൽ ബത്ശി വൽ ബുർഹാൻ ഹാഫിളുദ്ദീൻ വൽ ഖുർആൻ. ബിസ്മില്ലാഹി മാഷാ അല്ലാഹു ഖാൻ. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൽ ലമ്മ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعاقبة للمتقين. أما بعد. സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളെയും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദീയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരെ ചെറുതും വലുതുമായ എല്ലാ ഹലാലായ മുറാദിനെ നീ ഹാസിലാക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ പരിപൂർണ്ണ നിലക്ക് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ ഈ സയ്യിദീയ മജ്ലിസിന് ഹൃദയത്തോട് ചേർത്ത് വെച്ചവർ, നമ്മുടെ 5:30 മജ്ലിസ് ഒരു മജ്ലിസ് പോലും മുടക്കാത്തവർ, ഈ ഒരു മജ്ലിസിനെ ഫോളോ ചെയ്യുന്നവർ, പിന്തുടരുന്നവർ, അല്ലാഹുവേ നീ കൊയക്കല്ല അല്ലാഹ്, അവരെ നീ തളർത്തല്ല അല്ലാഹ്. ഒരു ബലാഅകളും ഒരു മുസീബത്തും ഒരു ഇടങ്ങേറുകളും അല്ലാഹുവേ അവർക്ക് നീ കൊടുക്കല്ല അമ്പുരാനെ. അല്ലാഹുവേ നീ പരീക്ഷിക്കല്ല അല്ലാഹ്. ഇൻഷാ അല്ലാഹ് പവിത്രമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തിലാണ് എന്നെ മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. പവിത്രമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 അവസാന ദിനങ്ങളിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. മഹത്താക്കപ്പെട്ട അറഫാ ദിനം നാളെയാണ് എന്റെ മുഅ്മിനീങ്ങളെ അറഫാ ദിനം. വലിയ മഹത്വമേറിയ, ചരിത്രങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന, ത്യാഗസ്മരണകൾ അഴവിറക്കേണ്ട ദിനങ്ങളും ദിനരാത്രങ്ങളുമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ത്യാഗസ്മരണയാണല്ലോ ദുൽഹിജ്ജയിലെ ഈ ദിനങ്ങള്, നമ്മളിലേക്ക് കടന്നു വരുന്ന ഈ ദിനങ്ങള്. അറഫാ ദിനവും മഹത്താക്കപ്പെട്ട ബലിപെരുന്നാൾ ദിനവും, ഈ പവിത്രമാക്കപ്പെട്ട ദിനങ്ങളിൽ വലിയൊരു കർമ്മം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെയാണ് ആ കർമ്മത്തിലേക്ക് നമ്മളിൽ നിന്ന് യാത്ര തിരിച്ച ഹാജിമാർ, പല രാജ്യങ്ങളിൽ നിന്നും യാത്ര തിരിച്ച ഹാജിമാര് അതിന്റെ കർമ്മങ്ങളിലേക്ക് അവർ സജീവമായിട്ട് ഇറങ്ങിയത് ഇന്നലത്തെ ദിവസമായിരുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ എന്റെ മുഅ്മിനീങ്ങളെ ഹജ്ജിന്റെ കർമ്മങ്ങളാണ്. ഹജ്ജ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട അവിടേക്ക് എത്തിപ്പെടാൻ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ആഗ്രഹം മനസ്സിൽ പേറി നടക്കുന്നവർ ഇല്ലേ? നമ്മളെ മജ്ലിസ് കാണുന്നവരിലുണ്ട്. ധാരാളം കമന്റുകളും വാട്സപ്പിലേക്ക് അയക്കുന്നങ്ങളെ എനിക്ക് മഖ്ബൂലും മബ്റൂറും മർളിയുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഭാഗ്യമുണ്ടാവാൻ അതിന് ഞങ്ങൾ ദുആ ചെയ്യണം. കുടുംബത്തോടൊപ്പം ഹജ്ജിനും ഉംറക്കും പോവാൻ തങ്ങളെ ദുആ ചെയ്യണേ. നമ്മളെ മജ്ലിസിൽ ഉടനീളമുള്ള കമന്റാണ്. പവിത്രമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസം വരുമ്പോൾ ആഗ്രഹിക്കുന്ന, അതിനെ കൊതി വെക്കുന്നവരുടെ കണ്ണിൽ നിന്നും കൺഭാഷ്പങ്ങൾ ഇങ്ങനെ ചാലിട്ടൊഴുകയാണ്. അതിന്റെ ഓരോരോ വീഡിയോ കാണുമ്പോൾ, ഹജ്ജിന്റെ കർമ്മങ്ങളെ ഇങ്ങനെ കാണുമ്പോ സമയത്ത് അതിന് പോവാൻ കഴിയാത്തവര്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവര്,
കണ്ണിൽ നിന്ന് കൺഭാഷ്പങ്ങൾ ഇങ്ങനെ ചാലിട്ടൊഴുകയാണ്. ഒരിക്കൽ അല്ലാഹുവേ ഞങ്ങളെ നീ അവിടെ എത്തിക്കണേ അല്ലാ. ആ പവിത്രമാക്കപ്പെട്ട പുണ്യഭൂമിയിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളിക്ക് ഉത്തരം നൽകുന്നവരായി അല്ലാഹുവേ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. എല്ലാവരും ഒരു പ്രാർത്ഥനയാണ്. എന്നെ മുഅ്മിനീങ്ങളെ, അതിന് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ആ കർമ്മം നമുക്ക് നിർവഹിക്കാം. ഹജ്ജ് നമുക്ക് നിർവഹിക്കാം. അതിന്റെ കൂലി കരഗതമാക്കാൻ മുഅ്മിനീങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. ഞാൻ ഈ പറയുന്ന മഹാന്മാര് പറഞ്ഞ ഈ അമല് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ 6 ലക്ഷം ഹജ്ജിന്റെ പ്രതിഫലം നമുക്ക് കരഗതമാക്കാം. അവിടെ പോവാതെ, ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്യാതെ, പവിത്രമാക്കപ്പെട്ട പുണ്യഭൂമിയിൽ എത്താതെ ഹജ്ജ് ചെയ്യാൻ കഴിയുമോ? ഹജ്ജ് ചെയ്യാൻ കഴിയൂല. ഹജ്ജ് വീട്ടിൽ നമുക്ക് ചെയ്യാൻ കഴിയൂല. അതിന്റെ കൂലി നമുക്ക് കരഗതമാക്കാം. 6 ലക്ഷം ഹജ്ജ് ചെയ്തവന്റെ കൂലി നമുക്ക് കരഗതമാക്കാൻ മുഅ്മിനീങ്ങളെ കരഗതമാക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പാവപ്പെട്ട നമുക്ക് അതിനുള്ള സമ്പത്ത് ഉണ്ടാവൂല. സാമ്പത്തികമായി വലിയ ഞെരുക്കം അനുഭവിക്കുന്നവർക്ക്, പാവപ്പെട്ട നമുക്കൊന്നും ഹജ്ജിന് പോവാൻ ഒരിക്കലും നമുക്ക് കഴിയൂല. മുഅ്മിനീങ്ങളെ, സമ്പത്ത് അത്രയും സമ്പാദ്യം നമുക്ക് വേണം. മാറ്റിവെച്ച സമ്പത്ത് നമുക്ക് വേണം. ധാരാളം ആളുകൾ കഴിയാത്തവരുണ്ട്, കഴിയാത്ത ആളുകളുണ്ട്. കടങ്ങളിൽ പ്രയാസപ്പെടുന്നവർക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റോ? ഇല്ലല്ലോ. അങ്ങനെ വലിയ പ്രയാസം അനുഭവിക്കുന്നവരുടെ കൂലി ഒന്ന് കരഗതമാക്കാൻ, അതിന്റെ പ്രതിഫലം ഒന്ന് നേടിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കോ? സാധിക്കുമെന്ന് മുഅ്മിനീങ്ങളെ. നമുക്ക് വീട്ടിൽ നിന്ന് ഈ ഒരു അമൽ ചെയ്താൽ നമുക്കതിന്റെ കൂലി കരഗതമാക്കാമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. 6 ലക്ഷം ഹജ്ജ് ചെയ്തവന്റെ കൂലി. ഒരാള് ഹജ്ജിന് പോയി കഴിഞ്ഞാൽ അവനക്ക് ഒരു ഹജ്ജ് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഉംറ അങ്ങനെയല്ല, മറിച്ചാണ്. ഉംറ ധാരാളമായിട്ട് നമുക്ക് ചെയ്യാം. ഹജ്ജ് ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം. 6 ലക്ഷം ചെയ്യണമെങ്കിൽ 6 ലക്ഷം പ്രാവശ്യം അങ്ങോട്ട് പോകണം. ഹജ്ജിന് നമ്മൾ പോവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, നമുക്ക് കഴിയുന്നതാണ് പറയുന്നത്. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഈ അമൽ ആരെങ്കിലും ചെയ്താൽ അവനക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? എന്റെ മുഅ്മിനീങ്ങളെ, 6 ലക്ഷം ഹജ്ജ് ചെയ്തവന്റെ കൂലി അവനക്ക് കരഗതമാക്കാൻ കഴിയുമെന്ന് മഹാനായ അലി ഇബ്നു മുഹമ്മദ് അൽ ഖസ്സായി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. ഈ ഒരു അമൽ ആരെങ്കിലും ചെയ്താൽ അവനക്ക് കിട്ടുന്ന കൂലി 6 ലക്ഷം ഹജ്ജ് ചെയ്തവന്റെ കൂലിയാണ്. എന്റെ മുഅ്മിനീങ്ങളെ, 6 ലക്ഷം ഹജ്ജ് ചെയ്തവന്റെ കൂലിയാണ്. അവിടേക്ക് എത്തിപ്പെടാൻ പ്രയാസപ്പെടുന്നവര്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവര്, വലിയ ആഗ്രഹം മനസ്സിൽ പേറി നടക്കുന്നവര്, ഇൻഷാ അല്ലാഹ് ഈ അമൽ ചെയ്യുന്ന മുഅ്മിനീങ്ങളെ, ഈ ദിവസങ്ങളിൽ, നാളെയും മറ്റന്നാളെയും വരുന്ന ഈ ദിവസങ്ങൾ നമുക്ക് ചെയ്താൽ ഹാജിമാര്, നമ്മളിൽ നിന്ന് യാത്ര തിരിച്ച ഹാജിമാർ, അല്ലാഹുവേ അവർക്ക് എല്ലാ കർമ്മങ്ങളും അതിന്റെ റാഹത്തായിട്ട് അതിന്റെ രൂപത്തിൽ അല്ലാഹുവേ ചെയ്യാനുള്ള തൗഫീഖ് നീ കൊടുക്കണേ അല്ലാഹ്. അവര് ചെയ്യുന്നത് പോലെ നമുക്ക് വീട്ടിൽ നമുക്ക് ചെയ്യാം. എന്റെ മുഅ്മിനീങ്ങളെ, ഹജ്ജിന്റെ കൂലി നമുക്ക് കരഗതമാക്കാം. എന്റെ മുഅ്മിനീങ്ങളെ, എന്നെ മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താണ്? ആ സഫയിലൊന്ന് നമ്മളെ പാപം പതിഞ്ഞ പാദം അവിടെ മതാഫിലൊന്ന് വെക്കാൻ, സഫയിലൊന്ന് വെക്കാൻ, മറവിയിലൊന്ന് വെക്കാൻ ആഗ്രഹിക്കുന്നതാണ്, കൊതിക്കുന്നതാണ്. ആ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് ദുഃഖദോഷ ഭാണ്ഡ കെട്ടുകൾ അവിടെ ഇറക്കി വെച്ച് കണ്ണിറയെ കഅബ കണ്ട് പൊട്ടിക്കരയാൻ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്, നമ്മൾ കൊതിക്കുന്നതാണ്. അല്ലാഹുവേ നീ എത്തിക്കണേ അല്ലാഹ്. നീ ആ പുണ്യഭൂമിയിൽ എത്തിക്കണേ തമ്പുരാനെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ശറഫാക്കപ്പെട്ട റൗള ശരീഫിലേക്ക് ഒന്ന് ചെന്ന് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്ന് പൊട്ടിക്കരഞ്ഞ് സലാം പറയാൻ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അല്ലാഹുവേ നീ എത്തിക്കണേ അല്ലാഹ്, നീ എത്തിക്കണേ തമ്പുരാനെ. ഹബീബായ തങ്ങളുടെ മിമ്പറിന്റെയും റൗള ശരീഫിന്റെയും ഇടയിലുള്ള സ്ഥലത്ത് 2 റക്അത്ത് നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നവര് ആ ജന്നത്തുൽ ബഖീയിൽ ഒന്ന് പോവാൻ, ജന്നത്തുൽ മുഅല്ലയിൽ ഒന്ന് പോവാൻ, മഹാന്മാരായ ബദർ ശുഹദാക്കൾ, ഉഹദ് ശുഹദാക്കൾ അവിടെ പോയി ഒന്ന് സിയാറ നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്, കൊതിക്കുന്നവരാണ്.
അല്ലാഹു നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം അനുഗ്രഹിക്കണേ തമ്പുരാനെ. കൊതിക്കുന്നവര് ഇൻഷാ അല്ലാഹ് അല്ലാഹുവിനെ എത്തിക്കണേ അല്ലാഹ്. ഈ ഹജ്ജ് നടക്കുന്ന ഈ വേളയിൽ എന്റെ മുത്തുമിനീങ്ങൾ നമുക്ക് വീട്ടിൽ നിന്നും ഹജ്ജിന്റെ പ്രതിഫലം നേടാൻ 6 ലക്ഷം ഹജ്ജ് ചെയ്തവന്റെ പ്രതിഫലം നേടാൻ ഇൻഷാ അല്ലാഹ് ഈ അമലിനെ മുറുകെ പിടിച്ചോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ മുത്തുമിനീങ്ങളെ, ഏതാണ് അമല്? ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഈ മഹത്താക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തിൽ തന്നെ ഇൻഷാ അല്ലാഹ് ചെയ്യാൻ ശ്രമിക്കണം മുഅ്മിനീങ്ങളെ. ഇന്ന് ഈ മജ്ലിസ് കാണുമ്പോൾ തന്നെ ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ് ഈ കർമ്മങ്ങള്, ഈ ഒരു അമല് ഇൻഷാ അല്ലാഹ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഏതാണ് മുഅ്മിനീങ്ങളെ അമല്? ആ അമല് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കൺസൾട്ടിങ്ങിനുള്ള ഡേറ്റ്, ഇനി നേരിട്ട് കാണാനുള്ള അവസരം ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും മജ്ലിസിൽ ഇങ്ങനെ സൂചിപ്പിക്കുന്നത്. ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന തിങ്കളാഴ്ചയാണ്. അതായത് ബലിപെരുന്നാൾ കഴിഞ്ഞ് ഞായർ കഴിഞ്ഞ് തിങ്കളാഴ്ചയാണ് നേരിട്ട് കാണാനുള്ള അവസരം. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരാൻ ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരുടെയും സകലമായ ഇടങ്ങേറുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ബലാഉകളും പൈശാചികമായ എല്ലാ ഉപദ്രവങ്ങളും അല്ലാഹു ഇനി തീർത്ത് നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ വലിയ റാഹത്ത് നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ വലിയ പുരോഗതി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, സാഹിരീങ്ങളെ സിഹ്റിനത്തോട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. മാക്കിരീങ്ങളെ മക്റിനത്തോട് കാക്കണേ അല്ലാഹ്. ഫത്താനീങ്ങളെ ഫിത്നയെ തൊട്ട് കാക്കണേ അല്ലാഹ്. ളാലിമീങ്ങളെ ദുൽമിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഐനീങ്ങളെ ഐനിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. ചതിയന്മാരെ ചതിയെ തൊട്ട് കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹ് ഞങ്ങൾക്ക് നീ വിജയം നൽകണേ അല്ലാഹ്. ഈ പവിത്രമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തിൽ ധാരാളം അമലുകൾ ഞങ്ങൾ ചെയ്തു. അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഈ അമലും അല്ലാഹ് ഞങ്ങൾ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ തമ്പുരാനെ. മഹാനായ അലി ഇബ്നു മുഹമ്മദുൽ ഖസ്സായി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തുന്നതായി കാണാൻ മുഅ്മിനീങ്ങളെ, ഇത് മഹാനവറുകൾ വെറുതെ പറഞ്ഞതല്ല, മഹാനവറുകൾ സ്വന്തമായ ഇഷ്ടത്തിൽ പറഞ്ഞതല്ല. ഇത് ഹബീബായ റസൂലുള്ളാഹിയിലേക്ക് ചേർത്ത് സനദോടുകൂടിയുള്ള ഒരു റിപ്പോർട്ടാണ് മുഅ്മിനീങ്ങളെ, ഒരു അമലാണ് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് മുറുകെ പിടിക്കുക, അതുകൊണ്ട് ഹൃദയത്തോട് ചേർത്ത് വെക്കുക. മഹാനവറുകൾ വെറുതെ പറഞ്ഞതല്ല, ഇത് ഹബീബായ റസൂലുള്ളാഹിയിലേക്ക് ചേർത്ത് പറഞ്ഞതാണ്. ഇത് സനദോടുകൂടിയുള്ള റിപ്പോർട്ടാണ്. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മൾ മഗ്‌രിബ് നിസ്കരിക്കുന്നവരാണ്. ഇതിന്റെ കൂലി എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് 6 ലക്ഷം. ഒരു ഹജ്ജെങ്കിലും, ചിലവരൊക്കെ ആഗ്രഹിക്കുന്നത് 6 ലക്ഷം വേണ്ട, ഞങ്ങളെ ഒരു ഹജ്ജെങ്കിലും മരിക്കുന്നതിന് മുമ്പ്, ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ് ഒരു ഹജ്ജ് ചെയ്യാൻ അവിടമിൽ പോയി ചെയ്യാൻ അല്ലാഹു ഭാഗ്യം നൽകണേ അല്ലാഹ്. അതിന്റെ പ്രതിഫലം കരസ്ഥമാക്കാൻ, ഒരു ഹജ്ജിന്റെങ്കിലും പ്രതിഫലം മരിക്കുന്നതിന് മുമ്പ് കരസ്ഥമാക്കാൻ ഞങ്ങൾക്ക് അവിടെ പോകാനുള്ള സമ്പത്തില്ല. ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾക്ക് കഴിയൂല, തങ്ങളെ ഒരിക്കലും കഴിയൂല. അതിനുള്ള സമ്പത്തോ അതിന് മാറ്റിവെച്ച സമ്പത്തോ ഒന്നുമില്ല. എങ്ങനെങ്കിലും അതിന്റെ കൂലി കരഗതമാക്കാൻ ഇൻഷാ അല്ലാഹ് ഇത് ചെയ്തോ. മഹാനവറുകൾ പറഞ്ഞ ഈ അമൽ ചെയ്തോ എന്റെ മുഅ്മിനീങ്ങളെ. 6 ലക്ഷം ഹജ്ജ് ചെയ്തവന്റെ കൂലി ലഭിക്കാനുള്ള ഒരു മഹത്താക്കപ്പെട്ട അമൽ അല്ലാഹു സ്വീകരിക്കട്ടെ. എങ്ങനെയാണ് എന്റെ മുഅ്മിനീങ്ങളെ നമുക്ക് ചെയ്യേണ്ടത്? ഈ അമൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? മഗ്‌രിബിന്റെ സമയം, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. എല്ലാവരും നമ്മൾ നിസ്കരിക്കുന്നതാണ്. മഗ്‌രിബിന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലേ? അത് കഴിഞ്ഞിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. റവാത്തിബ് സുന്നത്തല്ല, മഗ്‌രിബിന്റെ ശേഷമുള്ള സുന്നത്തല്ല. അത് കഴിഞ്ഞാലുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. എന്താണ് നിയ്യത്ത് വെക്കേണ്ടത്? 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക. നിയ്യത്ത് അത് തന്നെയാണ്. പിന്നെയോ ആദ്യത്തെ റക്അത്തില് വജ്ജഹത്ത് ഓതുക, പിന്നെ സൂറത്തുൽ ഫാത്തിഹ ശ്രദ്ധിച്ചു കേട്ടോ. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ബഖറ എല്ലാവർക്കും അറിയുന്നതാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ 2-ാമത്തെ അധ്യായം.
സൂറത്തുൽ ബഖറയിലെ ആദ്യ 10 ആയത്ത് ഈ സ്ക്രീനിൽ കൊടുക്കുന്നത് പോലെ ആദ്യത്തെ 10 ആയത്ത് ഓതുക. പിന്നീട് വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ 7-ാമത്തെ അധ്യായം എല്ലാവർക്കും അറിയുന്നതാണ്. സൂറത്തുൽ അഅറാഫ് അറിയില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. 7-ാമത്തെ അധ്യായം സൂറത്തുൽ അഅറാഫ്. അഅറാഫിലെ 54, 55, 56 ആയത്തുകൾ. സൂറത്തുൽ അഅറാഫിലെ 54, 55, 56 ആയത്തുകൾ ഈ സ്ക്രീനിൽ കൊടുക്കാം. അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇൻഷാ അല്ലാഹ് ഓതുക. കഴിയുന്നവര് ഓതാൻ അറിയുന്നവര് ഇൻഷാ അല്ലാഹ് ഓതുക. ഒന്നും കൂടി ശ്രദ്ധിച്ചോ. സൂറത്തുൽ ഫാത്തിഹ, ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ബഖറയിലെ ആദ്യ 10 ആയത്തുകൾ, പിന്നെ സൂറത്തുൽ അഅറാഫ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ 7-ാമത്തെ അധ്യായം സൂറത്തുൽ അഅറാഫിലെ 54, 55, 56 ആയത്തുകൾ കൊടുക്കുന്നത് പോലെ ഈ ആയത്ത് ഓതുക. പിന്നീട് ഒരു 15 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ? സൂറത്തുൽ ഇഖ്ലാസ് ഓതിയതിനു ശേഷം റുക്കൂ ചെയ്യാം, പിന്നെ ഇഅ്തിദാല്, പിന്നെ സുജൂദ്. എങ്ങനെയാണോ ഒരു റക്അത്ത് നമ്മൾ പൂർത്തീകരിക്കല് അതേപോലെ പൂർത്തീകരിക്കുക. 2-ാമത്തെ റക്അത്തിലേക്ക് വരാം. സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാം. പിന്നെ നമ്മൾ ഓതേണ്ടത് ആയത്തുൽ കുർസി. അറിയില്ലേ? ആയത്തുൽ കുർസി അറിയാത്തവരായിട്ടുണ്ടാവൂല, ചുരുക്കം ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആയത്തുൽ കുർസിയെ പാരായണം ചെയ്യാം. പിന്നെ നമ്മൾ പാരായണം ചെയ്യേണ്ടത് കൊണ്ടുവരേണ്ടത് സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 3 ആയത്ത് എല്ലാവർക്കും അറിയുന്നതാണ്. ആമൻ റസൂലു അറിയില്ലേ? 284, 285, 286 ആയത്തുകൾ. ആമൻ റസൂൽ അതിന്റെ മുന്നേയുള്ള ആയത്തിൽ ഇല്ലാഹി മാ ഫിസ് സമാവാതി അറിയില്ലേ? 284-ാമത്തെ ആയത്ത് അൽ ബഖറയിലെ അത് തുടങ്ങി ആ 3 ആയത്തുകൾ, അവസാനത്തെ 3 ആയത്ത് ആമൻ റസൂൽ എന്ന് വരുന്ന ആയത്തും അവസാനത്തെ ആയത്തും ഇൻഷാ അല്ലാഹ് കൂട്ടിയോദ ആ 3 ആയത്തുകൾ ഓതുക. പിന്നീട് ആദ്യത്തെ റക്അത്തിൽ പറഞ്ഞതുപോലെ 15 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ്. മനസ്സിലാവാത്തവരുണ്ടോ? ഒന്നും കൂടി ശ്രദ്ധിച്ചോ. ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം അൽ ബഖറയിലെ ആദ്യ 10 ആയത്തുകൾ, പിന്നെ സൂറത്തുൽ അഅറാഫ് 7-ാമത്തെ അധ്യായം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ 7-ാമത്തെ അധ്യായം സൂറത്തുൽ അഅറാഫിലെ 54, 55, 56 ആയത്തുകൾ. 54, 55, 56 ആയത്തുകൾ ഇൻഷാ അല്ലാഹ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അത് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. വേറെ ഖുർആനിൽ ഇങ്ങനെ പരതേണ്ട ആവശ്യമില്ല. ഈ പരതേണ്ടവർക്കാണ് ആയത്തും കൂടി പറഞ്ഞത്. 54, 55, 56 ആയത്തുകൾ. പിന്നീട് എന്ത് ചെയ്യാം? സൂറത്തുൽ ഇഖ്ലാസ് 15 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. പിന്നെ 2-ാമത്തെ റക്അത്തിലേക്ക് പോവുക. 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ആയത്തുൽ കുർസിക്ക് ശേഷം അൽ ബഖറയിലെ 284, 285, 286 ആയത്ത്, അവസാനത്തെ ആയത്ത് ആമൻ റസൂൽ എന്ന് വരുന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി എന്ന് വരുന്ന ആയത്ത്, അവസാനത്തെ 3 ആയത്തുകൾ. പിന്നീട് 15 പ്രാവശ്യം. ഇതിങ്ങനെ കേൾക്കുന്ന സമയത്ത് അത് വലിയ ആയത്തുകളാണല്ലോ, ഇതൊക്കെ എപ്പോഴാണ് അൽ ബഖറയിൽ ആ 10 ആയത്തുകൾ എങ്ങനെ ഞങ്ങൾ ഓതുക? അല്ലെങ്കിൽ സൂറത്തുൽ അഅറാഫിലെ 54, 55, 56 ആയത്തുകൾ എങ്ങനെയാണ് ഓതുക? ഫസ്റ്റിങ്ങൊക്കെ കുറച്ച് പ്രയാസം ഉണ്ടാവും. നിങ്ങൾ അതിങ്ങനെ ഓതി ബൈഹാട്ടാക്ക. 6 ലക്ഷം ഹജ്ജ് ചെയ്തതിന്റെ കൂലി കിട്ടണ്ടേ? ഹാജിമാര്, നമ്മളിവിടുന്ന് യാത്ര തിരിക്കുന്ന ഹാജിമാര്, മക്കയിലേക്ക് യാത്ര തിരിക്കുന്ന ഹാജിമാര് എത്ര ത്യാഗം സഹിച്ചിട്ടാണ്. വെറും പണം കൊണ്ട് മാത്രമാണോ? അല്ല, പണം കൊണ്ട് മാത്രമല്ല അവിടെ എത്തിച്ചേർന്നത്, അവിടെയുമുണ്ട് ത്യാഗങ്ങൾ. ഈ ചൂടത്ത് വലിയ ശക്തമായ ചൂടാണ് അവിടെയും കുറെ കർമ്മങ്ങൾ ചെയ്തിട്ടാണ് മുത്തുമിനീങ്ങളെ ഹജ്ജ് പൂർത്തീകരിക്കുന്നത്. സമ്പത്ത് മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, ത്യാഗമാണ്. ഹജ്ജ് തന്നെ പറഞ്ഞാൽ ത്യാഗമാണ്. ആ ത്യാഗം ചെയ്തിട്ടാണ് ഹജ്ജിന്റെ കർമ്മം അവർ പൂർത്തീകരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ മുത്തുമിനീങ്ങൾ നമുക്ക് കുറച്ച് ത്യാഗം നമ്മൾ ചെയ്യണം. 6 ലക്ഷം ഹജ്ജ് ചെയ്തവന്റെ കൂലി നമുക്ക് കരഗതമാക്കണ്ടേ? അതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ അൽ ബഖറയിലെ 10 ആയത്ത്, സൂറത്തുൽ അറാഫിലെ 54, 55, 56 ആയത്ത്, പിന്നെ ആയത്തുൽ കുർസി, പിന്നെ അൽ ബഖറയിലെ അവസാനത്തെ 3 ആയത്ത്, ഇത് കേൾക്കുമ്പോൾ തന്നെ ഇത് കൊണ്ട് ചെയ്യാൻ കഴിയൂല, ഈ ഒരു അമല് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയൂല, ഇബ്ലീസിന്റെ ഫിത്ന ഉണ്ടാകും, അടുത്ത എന്തെങ്കിലും ചെറിയ ദിക്ർ നമുക്ക് ചെല്ലാം. അങ്ങനെ എന്റെ മുത്തുമിനീങ്ങൾ ഇത് മാറ്റിവെക്കണ്ട, ആരും ശ്രമിക്കണ്ട. എന്റെ മുത്തുമിനീങ്ങളെ നിങ്ങൾ ചെയ്യണം. ഈ മജ്ലിസ് കാണുന്ന, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ശ്രമിക്കണം. ഈ ദുൽഹിജ്ജ മാസത്തിൽ നമ്മളും ത്യാഗം സഹിക്കണം. മുത്തുമിനീങ്ങളെ, മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ത്യാഗ സ്മരണകൾ അയവിറക്കുന്ന മാസവും അയവിറക്കുന്ന ദിനങ്ങളുമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് ഇന്ന് ഇൻഷാ അല്ലാഹ്, ഇന്ന് ഈ മജ്ലിസ് കാണുമ്പോൾ, ഇന്ന് മഗ്‌രിബിന്റെ ശേഷം, ഇന്ന് അറഫാ ദിനല്ലേ, ഇന്ന് മഗ്‌രിബിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് ഹൃദയത്തോട് ചേർത്ത് വെക്ക്. നോമ്പ് മുറിക്കുന്ന സമയത്ത് നോമ്പ് മുറിച്ച് ഇൻഷാ അല്ലാഹ് മഗ്‌രിബ് നിസ്കരിക്കൂലേ നമ്മള്, ഇപ്പം തന്നെ ചെയ്തൂടെ ഇൻഷാ അല്ലാഹ് എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്യുന്നതാണ് ഈ ഒരു അമല് ഈ അറഫാ ദിനത്തിൽ തന്നെ ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു അമലിന് ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അല്ലാഹുവേ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അതിന്റെ കൂലി കരഗതമാക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ ഒരു അമല് കൊണ്ട് അതിന്റെ പ്രതിഫലം കരഗതമാക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله. ഒരു കാര്യം ഉണർത്താനുള്ളത്, നമ്മൾ 5:30 സയ്യിദിയ മജ്ലിസ്, ആരും എന്റെ മുത്തുമിനീങ്ങളെ മുടക്കരുത്. വലിയ ദിക്ർ ചൊല്ലുന്ന, ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന, സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്ന വലിയ മജ്ലിസ്, ആരും മുടക്കരുത്. നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ.